ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഹെൽത്തിയായ നാടൻ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. അപ്പോൾ അവർ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വെറുതെ വാഴ കൊല വെട്ടുമ്പോൾ ഇതങ്ങോട്ട് ഉപേക്ഷിക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തിയായ ഒരുപാട് ഇതിൻ്റെ ഇത് നമുക്ക് വയറിനൊക്കെ നല്ലതാണ്. എന്നുവെച്ചാൽ ഇത് വയറിന്ന് പോകാതെ ഇടങ്ങേറായി ബുദ്ധിമുട്ടായി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ ഇത് ഏറ്റവും ഫൈബർ അടങ്ങിയ ഭക്ഷണമായത് കാരണം വയറ്റിൽ നിന്നൊക്കെ സുഖമായിട്ട് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നും ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചോറിനൊക്കെ കൂട്ടാനും കഞ്ഞിക്കൊക്കെ കൂട്ടാനൊക്കെ പറ്റിയ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള 1-2 ഈ കവറില്ലേ അത് നമ്മൾ പൊളിച്ച് കളയണം. എന്നിട്ട് അത് നമ്മൾ വൃത്തിയായിട്ട് ഒന്ന് മേൽഭാഗം കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ചിലരെന്താ വെച്ചാൽ ഇത് ഫുള്ള് എടുത്തിട്ട് അതിൻ്റെ ആ പൂവുണ്ടല്ലോ ഉള്ളിലുള്ള അത് കളയും. അത് കളഞ്ഞിട്ട് ഇതിൻ്റെ തോട് മാത്രം ഉപ്പേരി വെക്കുന്നവരുണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് പൂവ് മാത്രം ഉപ്പേരി വെക്കുന്നവരുണ്ട്. രണ്ടും 2 ഐറ്റംസാണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് ആദ്യം അതിനായിട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ നുറുക്കിയിടുന്നത് വെള്ളത്തിലേക്കായാൽ നന്ന്, കാരണം അത് കയ്യിൽ കറ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ കറയാവാണ്ടിരിക്കാൻ വേണമെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടി വെക്കാം ആദ്യം തന്നെ. ഞാനതൊന്നും പുരട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് അങ്ങനെ കറ പിടിക്കലൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പം കറ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ വെള്ളത്തിൽ കണ്ടില്ലേ കറ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കറ. അപ്പോൾ ഈ കറ പോകാനായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചാലും പോകും. അപ്പോൾ ഞാനിവിടെ വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ ഊറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ കറയും പോയി കിട്ടും. അതിൻ്റെ ആ കറയുടെ ചുവയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഇടാണ് ചെയ്യുന്നത്. ഈ കഞ്ഞിവെള്ളം നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. പക്ഷേ ഇങ്ങനെ ചൂടൊന്നും വേണ്ട കഞ്ഞിവെള്ളത്തിന്. ഞാനിപ്പം ചോറ് ഊറ്റി വെച്ചതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് ഇത്രയും ചൂട്. അത് കാരണം അധികം ഇടുന്നത് കുറച്ച് വേവുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ കണ്ടില്ലേ ഇത്രയും കറ ഇതിൽ നിന്ന് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കാൻ ചെയ്യുന്നത്. ഒരു അരമണിക്കൂറൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്ക് കറയൊക്കെ പോയി കിട്ടും. ഇപ്പം ഞാൻ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളം തോർന്നു പോകാനായിട്ട്. ഇനി നമുക്കിത് കൊണ്ട് ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ചെറുപയർ അല്ലെങ്കിൽ മുതിര അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം, ഒരു കടല ഐറ്റംസിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നമ്മൾ കുക്കറിലിടുക. അതിൻ്റെ കൂടെ തന്നെ ഇതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ചിലർക്ക് ചതച്ചിടുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എപ്പോൾ നമ്മളിത് വെക്കുമ്പോഴും നമ്മൾ ഇടുന്ന സാധനമില്ലേ കടലയോ മുതിരോ എന്താണ് അത് അടിയിലിടണം കേട്ടോ. കുക്കറിൻ്റെ ഏറ്റവും താഴെ ഇടണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം വെള്ളം നിൽക്കുന്ന രീതിക്ക് വെച്ചാൽ ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇത് കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇതുപോലെ കിട്ടാനായിട്ട് വെള്ളം എപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു ലേശം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് വറവിടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ടേസ്റ്റ് കൂടും, നല്ലതാണ്. അപ്പോൾ നമ്മളത് അതിലിട്ടിട്ട് ഇനി ആക്കിയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു കേടുമില്ല, കാരണം നമ്മുടെ നാടൻ സാധനങ്ങളാണല്ലോ ഇതിലുള്ളതൊക്കെ. ഇത് ഏറ്റവും ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ.